കാണണം. മൊയ്തീൻ തിയേറ്ററിൽ നിന്നൊക്കെ പോയി, ഇനി വല്ല CD എടുത്തിട്ട് കാണണം. അതല്ല, കൺട്രോളർ മൊയ്തി. കൺട്രോളർ മൊയ്തി. കൺട്രോളർ മൊയ്തീന. മൊയ്തീനെ നിന്നെ വിളിക്കുന്നു. ബഷീർക്ക, ഞാൻ കൊടുക്കാം. ഹലോ, ആ ബഷീർക്കാണല്ലേ? ആയിക്കോട്ടെ. ആണോ? അത് ശരി. ഓ, അത് നമ്മൾ ഏറ്റത്. ഓ, നമ്മൾ ഉത്തരായിക്കോളാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ, താങ്ക് യു കേട്ടോ. ബഷീർക്ക കണ്ടു, പറഞ്ഞില്ലേ? വൈകുന്നേരം താജിൽ വെച്ച് കാണാം. കാശ് നിങ്ങൾ വിഷയമാക്കണ്ട ബഷീർക്ക, അത് ഞാൻ ചെയ്തോളാം. നിങ്ങൾ ബഷീറിന്റെ വലിയ ചങ്ങായി ആയിരുന്നേ, അത് പറയണ്ടേ? ഒരൊറ്റ മിനിറ്റ്, ഇപ്പൊ വരട്ടോ. എന്താടാ? എന്താ ഈ വന്നത് ആരാന്നറിയ? ബഷീർ ഖാന്റെ ചങ്ങായിട്ടോ. സിനിമയിൽ അവനിക്കാൻ ചാൻസ് ഈ സിനിമ ചാൻസ് ഇതോ ചാൻസ് ഒന്നല്ല, മൂപ്പര് സിനിമ എടുക്കാൻ വന്നതാണ്. സിനിമ എടുക്കാൻ മൂപ്പര് 10 കൊല്ലായിട്ട് ഗൾഫിൽ നിന്ന് വരുത്താണിത്, അറിയോ? പിന്നെ ഞാൻ പറഞ്ഞു, ആ പെട്ടി കണ്ടത്, ആ പെട്ടി നിറച്ച് മുമ്പൊക്കെ തരാനുള്ള സ്കോച്ചും കാരക്കും ബിസ്ക്കൊക്കെയാണോ, ഉണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാ, പുള്ളി എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങള് അയാളെ വിടാതെ പിടിച്ചോളാനാ പറഞ്ഞത്. ഇനി മൂപ്പര് ഒരു വർഷത്തേക്ക് ഇവിടെ എങ്ങും വിടത്തില്ല. പുള്ളിക്ക് അഭിനയിക്കാനൊക്കെ വലിയ ആഗ്രഹമുള്ള ആളാ, അറിയൊന്നുമില്ല. എന്നാലും ചെറിയൊരു വേഷക്കാർക്ക് കൊടുക്കാൻ നമുക്ക്. ഇതൊക്കെ ഉള്ളതാണല്ലേ, പുള്ളി നായനാക്കി വേണമെങ്കിൽ നമുക്കൊരു പടം പിടിക്കാമല്ലോ. നായകനൊന്നും ആക്കണ്ടോ, ചെറിയ എന്തെങ്കിലും വേഷം കൊടുത്താൽ മതി കേട്ടോ. വിടരുത്, നിങ്ങളെ കയ്യിലാണ് ബാക്കിയുള്ള കാര്യമൊക്കെ. കട്ടക്ക് നിന്നോ. നമസ്കാരം. നമസ്കാരം. ഞാൻ ആദ്യം നമസ്കാരം പറഞ്ഞു. നമസ്കാരമൊക്കെ എത്ര വേണമെങ്കിലും പറയാലോ, ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ അല്ലേ? കൊച്ചാലും മൂട് പൂക്കോയ, ഗൾഫ് കോയ എന്നാണ് അറിയപ്പെടുന്നത്. അല്ല, ഈ പെട്ടിക്കകത്ത് എന്താണ്? സാറിന്റെ ഡ്രസ്സുകളൊക്കെ ആയിരിക്കും. അറിഞ്ഞൂടെ കാതര? കുറച്ച് പെർഫ്യൂം, ഈന്തപ്പഴം, പിന്നെ സ്കോച്ച് വിസ്കി. അതൊന്നും വേണ്ടായിരുന്നു. വിസ്കി അല്ല, ബ്രാൻഡി എല്ലാം ഉണ്ട്. ഏതാ നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ തരാം. അല്ല, ഈ 10 വർഷം അവിടെ തന്നെ ഉണ്ടായിരുന്നു ഗൾഫിൽ അല്ലേ? 10 കൊല്ലമായിട്ട് ഗൾഫില്ല. അത് ബഷീർക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേറൊന്നുമല്ല, പടം എടുക്കണം. അപ്പോൾ നിങ്ങളുമായിട്ട് കൂടുതൽ സഹകരിക്കാൻ താല്പര്യമുണ്ട്. നമ്മളിനി മുതൽ സഹകരിച്ച് മുന്നോട്ട് പോകും. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഓരോ പടവും ഗൾഫിൽ 10 തവണ കാണാറുള്ള ആളാണ്. ഗൾഫിൽ എന്റെ കഴിഞ്ഞ സിനിമ റിലീസായിരുന്നു, രാത്രി പൂത്തിരിക്ക് ഇങ്ങിച്ചപ്പോ കണ്ടായിരുന്നോ? അതവിടെ ഇറങ്ങിയില്ല. ഗൾഫിൽ റിലീസ് ചെയ്യാൻ അത് പിന്നെ ഉത്തരവാദിത്തമില്ല. ഗൾഫിൽ റിലീസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞതാണ്. അവിടെ തിയേറ്റർ കിട്ടിയില്ല എന്നോ? അല്ല, ഈ ഗൾഫിൽ ഈ അറബി പടങ്ങളൊക്കെ ഒരുപാട് ഇറങ്ങൂല്ലേ? അറബി ഉണ്ട്, പിന്നെ ഈ ഇവിടെ ഹിറ്റാവുന്ന പടങ്ങൾ ഇതൊക്കെ ഇവിടെ ഇറങ്ങിയിരുന്നോ? 100 ദിവസം കൂടി ഷൂട്ടിംഗ് ആണ്. ഷൂട്ടിംഗ് അതെ, ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒരു ചെറിയ അപേക്ഷയുണ്ട്. അതായത് നിങ്ങളൊക്കെ പരിചയപ്പെട്ടിട്ട് നാട്ടിലോട്ട് ചെല്ലുമ്പോ എന്റെ കൂട്ടുകാരനോട് ചോദിക്കും ഈ സിനിമയിൽ നടക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച്. അവർക്ക് സംശയമുള്ള ചില കാര്യങ്ങൾ. ഉദാഹരണത്തിന്, ഈ നടി ജിൽമിത നടൻ ശൈലേഷിനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് ചില പത്രത്തിൽ വരുന്നുണ്ട്. ചില പത്രങ്ങളിൽ വരുന്നു സുന്ദറിനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ ആരെയാണ് കല്യാണം കഴിക്കുന്നത്. അമ്മാതിരി ചോദ്യമൊക്കെ ഓനോട് ചോദിച്ചോളി, ഓണാണ് അതിന്റെ ആള്. ചുമ്മാ ആരാണ് അല്ല, ഈ ശൈലേഷിന്റെ കാര്യം പറയുമ്പോൾ ഒരു വാസ്തവമില്ലാതില്ല. ശൈലേഷും ജിൽമിതയും തമ്മിൽ ചെറിയ ബന്ധനം ഉണ്ടായിരുന്നു. പക്ഷെ ശൈലേഷിന്റെ സ്വഭാവം ശരിയല്ല. എനിക്ക് ചെറിയ സംശയം തോന്നിയിരുന്നു. ഈ വായിക്കുമ്പോ എനിക്ക് ചെറിയ ഡൗട്ട്. ശൈലേഷിന് എന്താ സാർ പ്രശ്നം? ശൈലേഷിന് വേറെ ബന്ധമുണ്ടല്ലോ. വേറെ ബന്ധമുണ്ട്. തമിഴിലെ മധുമിത എന്ന് പറഞ്ഞ നടിയില്ലേ? മധുമിത ശൈലേഷോട്ട് അടുപ്പത്തിലാണ്. കഴിഞ്ഞ ആഴ്ച ഗോസിപ്പ് പ്രശ്നം മുതലേ മധുമിത ഊട്ടിയിലും കൊടൈക്കനാലിലും കോയമ്പത്തൂരൊക്കെ ഒരു ടൂർ പോയ ഓർമ്മയുണ്ടോ? അത് മധുമിത ഒരു നടനുമായി ഊട്ടി, കൊടൈക്കനാൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ കറങ്ങി നടക്കുന്നുണ്ടെന്ന് സരസന് വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് വാർത്ത ഉണ്ടായിരുന്നു. നടനേരെ ശൈലേഷാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അല്ല, അത് മാത്രമല്ല, ഈ മധുമതിയും സ്റ്റൈലിഷും കൂടെ ഒരുമിച്ച് ഇഴുകിച്ചേർന്ന് അഭിനയിച്ച ചുംബന സീനല്ലേ, അത് ഭയങ്കര വിവാദമായതല്ലേ? അപ്പൊ ഈ പിന്നെ മധുമിത അപ്പൊ മധുമിത വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? പിന്നെ അത് പിന്നെ ഡൈവേഴ്സിന്റെ വക്കിലേക്ക് എത്തിച്ചതല്ലേ. അപ്പൊ മധുമിത ആദ്യം ആരും കല്യാണം കഴിച്ചു? സുന്ദർ. അപ്പൊ സുന്ദറിന്റെ ഭാര്യയാണ് മധുമിത. മധുമിത ഇപ്പൊ സ്നേഹിക്കുന്നത് ശൈലേഷിനെ. ശൈലേഷ് നേരത്തെ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അല്ല, ഉദാഹരണം അല്ല, ഈ ശൈലേഷും സുന്ദറും എന്താ ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിക്കാത്ത കാര്യം എന്താ?
ഇതെല്ലാം ഒരു ശൃംഖല പോലെ ഇങ്ങനെ കണ്ണിയായിട്ട് ഇങ്ങനെ കിടക്കാണ്. ഇവിടെ വന്നതുകൊണ്ടും ഞങ്ങളെ പരിചയപ്പെട്ടുകൊണ്ടും ഒരു ചെറിയ ഗോസിപ്പോടെ ഞാൻ പറയാം. ഒരു കാരണവശാലും സാർ ആരോടും പറയരുത്. ആടുത്തും കൂട്ടുകാരടുത്തൊന്നും പറയരുത്. ആടുത്തും പറഞ്ഞു പടത്തോനാണ് സത്യം ആടുത്തും നിങ്ങളെ ഇഷ്ടപ്പെട്ട നടിയാണല്ലോ ദിൽജിത. ദിൽജിത ഞാനും സാറിന്റെ ആർക്കും അറിയത്തില്ല. ഈ പറയുന്ന ദിൽജിതയ്ക്ക് പോലും ഇത് അറിയത്തില്ല. ഗിൽമിരിക്ക് ഒരു കുഞ്ഞുണ്ടെന്ന് പറയുന്ന എന്റെ പൊന്നെ സാറേ, അല്ല, അതിന് കേക്കടാ. ഇപ്പൊ വല്ലവന്റെ എവറോളിംഗ് ട്രോഫി കരസ്ഥമാക്കുന്ന സ്ഥിതിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാതര മേടിക്കും കേട്ടാ. കുട്ടി സാറിന്റെ ആണെന്ന് സാറ് മിടുക്കനാണ് സാറേ. കഴിച്ചിട്ടില്ലേ, കല്യാണം പോലും കഴിച്ചിട്ടില്ലേ, എന്റെ കുടുംബം കൊടന്നോടല്ലേ വീട്ടിൽ കളഞ്ഞ പ്രശ്നമാവൂ. അത് സാറിന്റെ ഒരു അപാര പ്രൊഡക്ഷൻ. മധുവിതയില്ലേ സാർ? മറ്റൊരുണ്ടല്ലോ മധുവിത എല്ലാം കൺഫ്യൂഷൻ ആയിരുന്നു. ജിൽമിത ഒരു പത്രത്തിൽ എഴുതിയിരുന്നു, ജിൽമിത ഒരു അലവലാതിയുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്നു. അത് ആരെന്ന് ഞാൻ അന്വേഷിച്ചു. ഇവനാണ്. അല്ലല്ല, അല്ല, അങ്ങനെ പറയരുത്. അങ്ങനെ അറിയാം. അത് വേറെ. സാർ എങ്ങനെയാണ് ഇവരൊക്കെ ഈ അട്രാക്ട് ചെയ്തെടുക്കുന്നത്? ഇതൊക്കെ ഒരു നമ്പറല്ലേ. അതിപ്പം ഈ ആരെങ്കിലും അഭിനയിക്കാൻ വരുമെന്നെങ്കിൽ നമ്മൾ പറയും അടുത്ത സിനിമയിൽ നിങ്ങൾക്ക് മെയിൻ വേഷം തരാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ബ്ലാവും. അതായത് നമ്മൾ വളയ്ക്കുക ഉടിക്കുക എന്നൊക്കെ പറയുന്നത് ചെറുതായിട്ട് ഇങ്ങനെ ബ്ലാവും. അതിന് ഡിക്കർ കൊണ്ടത്തെ പേരാണ് ബ്ലാവ്. ബ്ലാവ് എന്ന് പറയും. ഞാൻ കൂട്ടിയെടുത്ത് നമ്മുടെ അല്ലെ അങ്ങനല്ല ഞാൻ പറയുന്നത്. സാറിന്റെ പേര് പറയില്ല, അവിടുത്തെ സംവിധാനം ഭയങ്കര. ഇപ്പൊ വേറൊരു വാക്ക് ഇറങ്ങിണ്ടല്ലോ, ഈ തേക്കാന്ന്. ആ കേട്ടില്ല നിങ്ങള്? ആ അതന്നെ, ഓള് ഇവനെ തേച്ചിട്ടാണ്ട് പോയി. അവര് അസൂയാണോ സാറേ? സാറേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ജിൽമിത വീണ്ടും വന്നാൽ സാർ സ്വീകരിക്കും? ഒരിക്കലും സ്വീകരിക്കില്ല. അതെന്താ? അത് ശരിയാവും. ശരി, ഇനി അടുത്ത ചോദ്യം. ഈ കുഞ്ഞ് വളർന്നു വരുമ്പോ സ്കൂളിൽ ചേരുമ്പോ അച്ഛന്റെ പേര് എന്നുള്ള സ്ഥാനത്ത് ആരുടെ പേര്? അൺനോൺ. അൺനോൺ. അതാരാ? അറിയില്ല എന്നുള്ള ചോദ്യം. അത് കഷ്ടമല്ലേ സാറേ? അപ്പോഴെങ്കിലും സാറ് അവിടെ ചെന്ന് ആ കുഞ്ഞിനെ ഏറ്റെടുക്കണം, ഇല്ലേ? അത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് സാറേ. അതിനുവേണ്ടി എത്ര പൈസ വേണമെങ്കിലും ഞാൻ മുടക്കാം സാർ, ആ കുഞ്ഞിന് വേണ്ടി. ഇത്ര നാളിങ്ങനെ ഒളിച്ചു വെച്ച രഹസ്യം ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഇപ്പം എന്റെ കരിയർ നശിക്കൂലേ സാർ? ഈ സിനിമാ രംഗത്ത് സാറിന് ആകെ ഇതും കൂടെ കൂട്ടി എത്ര കുട്ടികളുണ്ട്? അയ്യേ, ഞാനാ ടൈപ്പൊന്നുമല്ല. ഈ ജിൽമിത ജിൽമിതയിൽ മാത്രമേ ഉള്ളൂ കുട്ടികളുള്ളൂ. അതേ ഉള്ളൂ. അപ്പൊ പിന്നെ ഒരു കുട്ടിയല്ലേ ഉള്ളൂ, അപ്പൊ പിന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ വിചാരിച്ചു സാറിന് എല്ലാ ബന്ധത്തിലും കുട്ടികളുണ്ട്. ശരിക്കും ഉണ്ടല്ലോ, ആ കുട്ടിക്ക് ഇവന്റെ അതേ മോച്ചായി ആട്ടോ നിങ്ങക്ക്. ആണോ? സ്വന്തം കണ്ട കുട്ടിക്ക് ശരിക്കും. സ്വന്തം കുട്ടിക്ക് അവനവന്റെ മോച്ചായ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരുടെ അല്ല, മോച്ചായ. എന്നിട്ട് അവൻ അല്ലാന്ന് പറയുമ്പോൾ അതിന് സങ്കടം. ഈ ഫീൽഡിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല സാർ. സാറേ എന്റെ കരിയറിനെ ബാധിക്കുന്ന കേസാണ്. ഞാനിത് ആർക്കും പറയില്ല. ഇനി വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതേപോലെ തന്നെ നമ്മുടെ വേറൊരു നടിയുണ്ടല്ലോ, മറ്റേ റുഷ്മിത. റുഷ്മിത പറഞ്ഞ ഒരു രസമുണ്ട് കേട്ടോ. അത് ഈ ലൊക്കേഷനിൽ മാത്രമുള്ള സംഭവമാണ്. പറയുന്നത് ഒന്നുമില്ല. നീ മിണ്ടരുത് ഇടയ്ക്കേറി പറയരുത്, മിണ്ടരുത്. റുഷിതയുടെ ഷൂട്ടിംഗ് നമ്മുടെ ഒരു പടത്തിൽ റുഷിത അഭിനയിക്കാൻ വന്ന് ആദ്യമായിട്ട് നമ്മുടെ പടത്തിലാണ് കാല് വെച്ച പെണ്ണ് കയറി പോയത്. മിണ്ടരുത്. റുഷ്മിതയുടെ ഫോട്ടോ എന്റെ റുഷിതയുടെ സംഭവം കേക്ക്. ഒരു ആയ വന്നായിരുന്നു ഈ സഹായിക്കാനൊക്കെ മേക്കപ്പിന്. ആയ 43 വയസ്സ് മേക്കപ്പ്. ഈ ലൊക്കേഷനിലുള്ള ഒരുത്തനുണ്ടല്ലോ, ആയിക്ക് ലവ് ലെറ്റർ കൊടുത്ത് ചൂപ്പാട് വന്നു എന്ന്. ആര് പറഞ്ഞു? ആരാന്ന് വേടൊക്കെ തുപ്പിക്കാണിക്കാം. അല്ല, അതങ്ങനെയല്ല. അത് സംഭവം എന്താ അറിയോ, ഞാനത് നിങ്ങള് റുഷ്മിതൊക്കെ കൊടുക്കിന്ന് പറഞ്ഞിട്ട് ഓളെ കൈ കൊടുത്തതാ. പിന്നെ നിങ്ങളിത് റുഷ്മിതൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുത്താ. എന്റെ പൊന്നു സാറേ, ആ തമിഴത്തി പെണ്ണുമ്പോൾ എന്തോ ഒരു ചീത്ത ചീത്ത വിളിച്ച് ഇവന്റെ കണ്ണ് പൊട്ടിച്ച്. ഇതിന്റെയൊക്കെ വല്ല നമുക്ക് ഞാനിത് ബഷീർക്കേടും പോയി പറയും കേട്ടോ. നാറ്റുകട ഇതിന് മാക്സിമം നാറ്റുകട. അങ്ങനെ നിങ്ങളെ അങ്ങനെ പറയില്ല. നമുക്ക് ബഷീർ ഖാന്റെ മുന്നിലൊക്കെ ഭയങ്കര പേരുള്ള ആളാണ്. കളവയ്ക്ക് ലവ് ലെറ്റർ എടുത്താ പേരുണ്ടാക്കുന്നില്ലടാ. ആർക്കല്ല നമ്മള് കൊടുത്തത് ഓക്കാടോ ലെറ്റർ. പിന്നെ ഇതൊന്നും വലിയ ഗോസിപ്പ് ആവാത്തെന്ന് പറഞ്ഞാ ഇതിനൊന്നും ഒരു പഞ്ചില്ല. ഒക്കെ നേരത്തെ എഴുതി കളഞ്ഞ പഴയ സാധനങ്ങളാണല്ലേ. വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ നടിമാരൊക്കെ ഇല്ലേ, എന്റെ അടുത്തൊക്കെ സംസാരിക്കും ഇവിടുത്തെ. കൊതിയുള്ളോണ്ടാ. ഈ ലൊക്കേഷനിലെ ഏത് നടിയായിട്ടാണാവോ സംസാരിക്കാൻ താല്പര്യം?
അത് ഈ സെറ്റിലുള്ള ആരടുത്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ മതി വെറുതെ. അല്ല പിന്നെ സംസാരിക്കുന്നത് മോശം ബോറായി പോകും. വൈകിട്ട് എത്ര മണിക്ക് ഫ്രീ ആവുന്നത്? വൈകുന്നേരം ഞാൻ എപ്പോഴാണ് ഫ്രീ ആവും? ഒരു 8 മണിയാകുമ്പോൾ ഫ്രീ ആവും. സ്കോച്ച് എടുക്കൂ. 8 മണിക്ക് ഫ്രീ ആവുമ്പോഴേ നമ്മൾ ഈ സ്കോച്ച് പൊട്ടിക്കുമ്പോഴേ നമുക്ക് അവരെ കൂടെ വിളിക്കാം, സംസാരിക്കാം. കുറച്ച് കൊടുക്കാം, ഞാൻ വിളിക്കാം, കുഴപ്പമില്ല. പെൺകുട്ടികൾക്ക് കഴിക്കുമോ? പിന്നെ അവർ വലിയ സാധനമല്ലേ സ്കോച്ചൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ സാധനമില്ലേ? ഈ സ്ത്രീകളുടെ ആരോഗ്യം രഹസ്യം ഇപ്പൊ പ്രസവം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് തന്നെ ബ്രാൻഡ് കൊടുക്കുന്നില്ല. എന്തിനാ? ആരോഗ്യം വെക്കാൻ. അതൊക്കെ കുഴപ്പമില്ല. ഈ സെറ്റിൽ വെച്ച് എനിക്ക് അവരുമായിട്ടൊന്ന് സംസാരിക്കാൻ അവസരം ഉണ്ടാവും? സിമ്പിൾ അല്ലേ, സെറ്റ് വെച്ചല്ലോ, അല്ല സെറ്റ് ചെയ്ത് സംസാരിക്കാനല്ലോ. സിനിമയിൽ അഭിനയിക്കാമല്ലോ. സിനിമയിൽ ഞാനാ അഭിനയിക്കാനുള്ള പേഴ്സണാലിറ്റി ഉണ്ടാ? അഭിനയാണെങ്കിൽ എന്ത് പേഴ്സണാലിറ്റി? നല്ല കേട്ടോ. ഇത് ചെറിയ വേഷം മതി കേട്ടോ. നമുക്ക് നമ്മുടെ കാമുകന്റെ വേഷം കൊടുത്താലോ? കാമുകനാകാനുള്ള പ്രായമൊക്കെ എനിക്ക് കഴിഞ്ഞില്ലേ? കാമുകനാവാം. കാമുക ഇപ്പോഴും ചെറുപ്പമല്ലേ? ചെറുപ്പം. പ്രണയം അങ്ങനെ നമ്മളെ മനസ്സ് അല്ലെങ്കിൽ വളർന്നു, അല്ലെങ്കിൽ ശരീരം വളർന്നു, അല്ലെങ്കിൽ പ്രായമായെന്ന് പറഞ്ഞിട്ടൊന്നും പിന്നെ നിങ്ങൾ കളിയാക്കാൻ ഒരിക്കലും ഞങ്ങൾ കളിയാക്കൂല. കറക്റ്റ് കാമുകനാവും. സത്യമാണ്. എന്നെ മക്കാറാക്കാൻ വേണ്ടി പറയല്ലോ. ഇതിനകത്ത് സ്കോച്ചാണ് സത്യം, കള്ളം പറയൂല. സാറ് അടുത്ത പടം പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിലേ നമുക്ക് അതിലെ കുറച്ച് സീനൊക്കെ ദുബായ് വെച്ച് ഷൂട്ട് ചെയ്യാം. മലേഷ്യ വെച്ചിട്ട് പാട്ടൊക്കെ മലേഷ്യ തന്നെ പോകണം. ഞാനിതൊരു മലേഷ്യ പോയിട്ടില്ലടാ. എവിടെയാണെങ്കിലും ശരി. അപ്പൊ ഈ സീന് അപ്പൊ ഒന്ന് ഡയലോഗ് ഒന്ന് പഠിപ്പിച്ചു. എല്ലാം പഠിപ്പിക്കാം. ഓക്കെ, ഞാൻ കാര്യം പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോണം. അങ്ങനെ കൊച്ചാലും കൂടെ പൂക്കളെ സാധനം കണ്ട അത് നമ്മുടെ ഭാവി പ്രൊഡ്യൂസർ ആവാൻ പോകുന്ന ആളാ. ഇപ്പൊ നമ്മുടെ ഈ സിനിമയിൽ ചെറിയൊരു വേഷം അഭിനയിക്കുന്നുണ്ട് പുള്ളി. അപ്പം പുള്ളി ഇവിടെ നീ അഭിനയിക്കുമ്പോണ്ടല്ലോ മാക്സിമം ക്ലോസ് ആയിട്ട് ഇഴകി ചേർന്ന് അഭിനയിക്കണം. മനസ്സിലായ? എന്റെ അടുത്തല്ല, അവിടെ അഭിനയിച്ചാൽ മതി. അതുപോലെ തന്നെ അജു നീ ഡയലോഗ് പറഞ്ഞു കൊടുക്കുമ്പോ സാറിനോട് കുറച്ച് ക്ലോസ് ആയിട്ട് ഇഴകി ചേർന്ന് ഡയലോഗ് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇവിടെ അല്ല, അവിടെ കാണിച്ചാൽ മതി ഇതൊക്കെ. ഓക്കെ ആണല്ലോ? ഇപ്പൊ നമ്മളൊരു റൊമാൻസ് സീനാണ് ചെയ്യാൻ പോണത്. അതായത് സാറിന് വേണ്ടി ഈ 2 നായികമാരും അടികൂടുന്ന സീനാണ്. എനിക്ക് വേണം, എനിക്ക് വേണം, ഈ സുന്ദരനെ എനിക്ക് വേണം എന്ന് പറഞ്ഞൊരു ഒരു ക്ലാഷ് സീനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എനിക്ക് വേണ്ടിയാ 2 നായികമാര് പറഞ്ഞു പോയോ? അല്ല, വേണമെങ്കിൽ 2 നായികമാരെ കൂടെ നമുക്ക് ഇഷ്ടം വിളിക്കാം. ഒരു നായിക പോരെ, 2 ഇരുന്നോട്ടെ. ഇരിക്കട്ടെ. ബോളിവുഡിലൊക്കെ അങ്ങനെയാണല്ലോ, 2-3 നായികമാര് നായകന് വേണ്ടി കിടന്ന് അടിപിടി കൂടി അവസാനം ഒരു നായകനെ സ്വീകരിക്കുന്നതായിരിക്കുമല്ലോ. അതേപോലെയാണ് നമ്മൾ ഈ പടം എടുത്തിരിക്കുന്നത്. അവർ 2 എനിക്ക് വേണ്ടി മത്സരിക്കുകയാണ്. അതായത് ഇവർ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു, പരസ്പരം പിരിയാത്ത സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ ഇതുപോലൊരു നായകൻ ജീവിതത്തിലേക്ക് വരുമ്പോൾ 2 പേരും തമ്മിൽ പരസ്പരം തെറ്റുകയാണ് നായകന്റെ പേരും. അവർക്ക് ആർക്ക് സ്വന്തമാക്കണമെന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിന്റെ പ്രിവ്യൂസ് വേറെ ഉണ്ട്. ആദ്യ പടത്തിൽ തന്നെ 2 നായികരും ഒരിക്കലും മറക്കില്ല കേട്ടോ. എൻജോയ്മെന്റ് അല്ലേ? അപ്പൊ സുരഭിയാണ് പറയണത്, 1000 തവണ നിന്നിൽ നിന്ന് അകലാൻ ശ്രമിച്ചിട്ടും അറിയാതെ ഞാൻ നിന്നിലേക്ക് അടുത്തു പോയി. ഞാനെന്ന സ്ത്രീയെ നിന്നിലേക്ക് അടുപ്പിക്കാനുള്ള എന്ത് കാന്തിക പ്രഭാവമാണ് നിന്നിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടൊരു തലോടൽ, ഒരു വിളി. അപ്പോഴത്തേക്ക് സാർ പറയണത്, ഇരുമ്പ് പോലെ ഉറച്ചു നിൽക്കുന്ന എന്നിലെ പ്രണയമാണ് നിന്നെ എൻ്റേതാക്കി മാറ്റിയത്. വിടർന്നു നിൽക്കുന്ന നിന്റെ മിഴികളിൽ നോക്കിയാൽ ഒരാഴ്ചത്തേക്ക് എനിക്ക് ശ്വസിക്കാൻ ഓക്സിജൻ പോലും ആവശ്യമില്ല. ഒരാഴ്ചത്തേക്ക് ഓക്സിജൻ പോലും വേണ്ട, അത്രത്തോളം അവളെ പ്രണയിച്ച് നോക്കി നിൽക്കാമെന്നാണ് പറയണത്. നല്ല ഡയലോഗ്, നല്ല താങ്ക് യു. ഇത് കേട്ടിട്ടുണ്ട് നമ്മുടെ നായകറ്റു കേട്ടോ. അരുത് സുരഭി, ഈ സുന്ദര ഗന്ധർവനെ എനിക്ക് വേണം. ആദ്യം കണ്ട മാത്രയിൽ തന്നെ ഞാൻ ഇവനെ മനസ്സാ വരിച്ചു പോയി. എന്റെ കണ്ണേട്ടാ എന്ന് പറഞ്ഞിരുന്നത്. കണ്ണേട്ടാന്ന് വിളിക്കും. അപ്പൊ നിന്റെ കുഞ്ഞിന്റെ കാര്യം കുഞ്ഞമ്മ നോക്കിയോളൂ. എനിക്ക് വിളവ് വേണം, എനിക്ക് വേണം, എന്റെ പ്രാണനാഥൻ ഞാൻ വിട്ടു തരില്ല എന്ന് പറയുന്നത് 2 പേരും കൂടെ കയ്യിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്ന സീനാണ്. ഒരു ക്ലാഷ് സീനാണ്. അവരവിടെ കയ്യിലല്ല, ഈ കയ്യിൽ പിടിച്ച് 2 പേരുടെ കണ്ണേട്ടന്റെ കയ്യിൽ പിടിച്ചോണ്ട്. അപ്പൊ ഇതാണ് സംഭവം. കുറച്ചുകൂടെ അതെന്തുവാ ആണിയുണ്ടോ ഇങ്ങനെ കിടക്കുന്നത്? കുറച്ചുകൂടെ ഇതായിട്ട് നടക്കണം. കുഴപ്പമില്ല, റിഹേഴ്സൽ ചെയ്തു. പറയടാ, അത് പോലീസ് വിളിക്കുന്നതായിപ്പോ. അതല്ല, നമ്മളാണ് റൊമാൻറ്റിക് അല്ലാണ്ട് ഈ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് പോക്കറ്റ് കയറ്റി യോയോ സ്റ്റൈൽ അങ്ങനെ. മറ്റേ നമ്മളിങ്ങനെ പിടിച്ച് അയ്യോ എന്ത് കഷ്ടമായത്. സംഭവം ശരി തന്നെ, പക്ഷെ അത്ര ആട്ടം വേണ്ടല്ലേ? അത്രയും വേണ്ട. അതൊരു പോക്കറ്റ് പിടിക്കാൻ പറഞ്ഞോണ്ട് പോക്കറ്റ് കയ്യിലിട്ടോ, പോക്കറ്റ് കൈയിട്ട് പോക്കറ്റിൽ കൈയിട്ട് നോർമലായിട്ട് വന്നിട്ട് അങ്ങനെ നിൽക്കുന്നു. നടന്നിടത്തേക്ക് പോകുന്ന നായിക. ഓക്കെ ഓക്കെ, നോക്കാം. അയ്യോ, അത് കാലിലെന്തോ മുടന്തോന്നു. കുഴപ്പമില്ല,
കുഴപ്പമില്ല ചെയ്യാം. ശരിയാക്കുള്ളൂ റിഹേഴ്സൽ ശരിയാവും ശരിയാവില്ലേ മാറ്റിക്കും. ഇല്ല 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 ഒന്ന് നടക്കാം എന്നിട്ട് നോക്കാം അല്ലേ റിഹേഴ്സൽ നോക്കാം. വീട്ടിൽ പോകുന്ന നടക്കാൻ തോന്നുന്നു. ഓക്കെ അത് റെഡിയാണേ. അപ്പൊ അങ്ങനെ നിന്നോളൂ. ആ ചെന്നോളൂ. 1000 തവണ നിന്നിൽ നിന്നും അകലാൻ ശ്രമിച്ചിട്ടും എന്നെ നീ എന്തിനാണ് ഇത്രമാത്രം തുടർന്ന് പറയുന്നത്? അയ്യോ അത് സാറേ നമ്മൾ അങ്ങനെ പറയരുത്. ഇക്കളയാവെന്ന് പറയില്ല, നമ്മൾ അഭിനയിക്കുകയല്ലേ ഇത്. സാർ ഇത് റൊമാൻറ്റിക് സീൻ ആയതുകൊണ്ട് ഓക്കെ ഓക്കെ ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ 1000 തവണ നിന്നിൽ നിന്നും അകലാൻ ശ്രമിച്ചിട്ടും എന്നെ നീ എന്തിനാണ് ഇത്രമാത്രം അട്രാക്ട് ചെയ്യുന്നത്? ഇരുമ്പ് പോലെ ഉറച്ചു നിൽക്കുന്ന എൻ്റെ മനസ്സാണ് നീ എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചത്. നിന്റെ കണ്ണിലേക്ക് നോക്കി നിന്നാൽ ഒരാഴ്ചത്തേക്ക് എനിക്ക് ഓക്സിജൻ പോലും വേണ്ട. എനിക്കിഷ്ടമാണ് കണ്ടിട്ടോ. ഈ സുന്ദര ഗന്ധർവനെ ആദ്യം കണ്ട മാത്രം തന്നെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടു പോയി. അപ്പൊ നിന്റെ കുട്ടിയോ? ഓ അതെന്റെ കുഞ്ഞമ്മ നോയിക്കോളും, ഞാൻ വിട്ടുതരില്ല. എന്റെ കണ്ണേട്ടനെ ഞാൻ വിട്ടുതരില്ല. എന്റേതാണ് കണ്ണേട്ടൻ. എന്റെ കണ്ണേട്ടൻ എന്റെ മാത്രമാണ്. ഞാൻ റൊമാൻസ് ചേർന്ന് നിൽക്കൂ രണ്ടു. കുട്ടിയല്ല കേട്ടാ, നിന്റെ കുഞ്ഞിനെയായിരുന്നു. അതാണ് റെഡിയല്ലേ? അപ്പൊ ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. നോക്കാം സാർ കാല് ഷൂസ് ഇത് മതിയല്ലോ. ഷൂസ് അത് മതി. ഷൂസ് ഇങ്ങനെ അങ്ങനെ വെക്കണ്ട, അങ്ങനെ ഇത് ഇതായി പോകില്ല. അങ്ങനെ വേണ്ട. സാധാരണ നമ്മൾ സാധാരണ ജീവിതത്തിൽ അങ്ങനെ അങ്ങനെ ഗൾഫിലൊക്കെ നടന്നു വന്നെ എങ്ങനെ അത് എങ്ങനെ പോയി പറ്റും? ഇപ്പൊ പൂക്കോയ സാറ് ഇപ്പൊ മാർക്കറ്റിൽ പോകുമ്പോ അങ്ങനെ നടക്കുന്നു. യെസ് ഇത് മതി. മതിയാ? നമുക്ക് സിനിമയിൽ ഇത് മതി. അപ്പൊ മാർക്കറ്റിൽ പോകുന്ന പോലെയാണോ പ്രണയം? അല്ല, മാർക്കറ്റിൽ പോയി നടക്കുന്നതല്ല. നമ്മളിങ്ങനെ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാലം ആണി ഉണ്ടെന്ന് വിചാരിക്കൂലേ. അപ്പൊ മറ്റേത് മതി, അതാ കറക്റ്റ് ആവുന്നത്. ശരി, കൈ പോക്കറ്റ് വേണ്ട. വേണമെങ്കിൽ വെക്കാം, നമ്മൾ ഇഷ്ടമാണ്. കൈ വേണമെങ്കിൽ പോക്കറ്റ്. ശരി ശരി. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഇത്ര നേരം വരെ സമയമില്ലായിരുന്നു. എല്ലാരോടും തൊഴിൽ തരുമ്പോ ക്യാമറ റെന്റ് കൂടും. പ്ലീസ് പെട്ടെന്ന് സ്റ്റാർട്ട് ക്യാമറ റെഡി സാർ. ആക്ഷൻ. ആയിരം തവണ നിന്നിൽ നിന്നും അകലാൻ ശ്രമിച്ചിട്ട് എന്നിനെ നിന്നിലേക്ക് വല്ലാതെ ആകർഷിക്കുന്നു. എന്നിലെ സ്ത്രീയെ ഇത്രമാത്രം ആകർഷിക്കാൻ എന്താണ് നിന്നിലുള്ളത്? ഈ ഇരുമ്പ് പോലെ ഉറച്ച എൻ്റെ മനസ്സാണ് നിന്നിലേക്ക് എന്നെ ആകർഷിച്ചത്. നിന്റെ കണ്ണിലേക്ക് നോക്കി നിന്നാൽ ഒരാഴ്ചത്തേക്കുള്ള ഓക്സിജൻ പോലും വേണ്ട. ഒന്ന് പിടിക്കും, മറ്റേ പിടിക്കുന്നു. അരുത് സുരഭി, അരുത്. ഈ സുന്ദരനെ ഞാൻ വിട്ടുതരില്ല. ഈ സുന്ദര ഗന്ധർവനെ കണ്ട മാത്രമേ തന്നെ ഞാൻ മനസ്സാ വരിച്ചുപോയി. എന്റെ കണ്ണേട്ടനെ ഞാൻ മനസ്സാ വരിച്ചുപോയി. എന്റെ കണ്ണേട്ടനെ ഞാൻ വിട്ടു തരില്ല. ഇത് എന്റെ കണ്ണേട്ടനാണ്. ഇല്ല, ഇത് എന്റെ കണ്ണേട്ടനാണ്. ഞാൻ വിട്ടുതരില്ല. സാറേ ഇതിപ്പം ഈ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുമ്പോഴേ തിരിഞ്ഞങ്ങോട്ട് നോക്കല്ലേ. അവിടെ ക്യാമറ അവിടെ ഷൂട്ട് ചെയ്യും. ഓക്കെയാണെന്ന് ഞാൻ സാറിന് ഓക്കെ, ഞാൻ കട്ട് പറഞ്ഞിട്ടേ മാറാവും. അല്ല, ഞാനൊന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുത്താലോ? അത് വേണമെന്നില്ല. എൻ്റെ മുഖത്ത് യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും കൂടെ പിടിക്കുമ്പോൾ എന്താണ് വികാരം വരേണ്ടത്? വികാരം വരുന്ന ഈശ്വരാണ്. എൻ്റെ മനസ്സിൽ വരേണ്ട ആ വികാരം എനിക്ക് കിട്ടുന്നില്ല. ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണല്ലോ. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ആ ഒരു അപ്പൊ സന്തോഷമല്ലേ? സന്തോഷം ദുഃഖം ഉണ്ടാവും. അപ്പൊ സന്തോഷവും വേണം, കുറച്ച് ദുഃഖവും വേണം. ഈ രണ്ടുപേരും കൂടെ വന്നിട്ട് രണ്ടിലിപ്പോ ഒരാളെ എടുക്കാൻ ചിരിക്കുകയും വേണം, കരയും വേണം. ആക്ഷൻ. എന്റെ കണ്ണേട്ടനെ ഞാൻ വിട്ടു തരില്ല. ഞാൻ വിട്ടുതരില്ല. എന്റെ കണ്ണേട്ടനെ ഞാൻ വിട്ടുതരില്ല. കരയില്ല, കരയുന്നല്ലോ തോന്നി. അല്ല, കുറച്ച് കരയാൻ പറഞ്ഞു സാർ. പ്രകടിപ്പിക്കരുത്. പ്രകടിപ്പിക്കണ്ട. പ്രകടിപ്പിക്കരുത്. സോറി സാർ, സാർ പ്രകടിപ്പിക്കാതെ കരയണം. അത് നമ്മൾ കരയാണെന്ന് തോന്നുകയും ചെയ്തത് പ്രേക്ഷകർക്ക് അത് കരച്ചിലാണെന്ന് തോന്നരുത്, ചിരിയാണെന്ന് തോന്നാൻ പാടില്ല. ഇത് ആദ്യം പറഞ്ഞാൽ പോരെ സാർ, ഞാൻ ചെയ്തു തരാം. ഓക്കെ ഓക്കെ ഓക്കെ. ആക്ഷൻ. കണ്ണേട്ടനെ ഞാൻ വിട്ടു തരില്ല. കണ്ണേട്ടനെ വിട്ടുതരുമെന്ന് വിചാരിക്കേ വേണ്ട. അതിനെ ഞാൻ വിട്ടുതരില്ല. അയ്യോ കട്ട് കട്ട് കട്ട്. ഒരു സംഭവം
സാധാ മുഖം പൊത്തി കഴിഞ്ഞാൽ അല്ല അപ്പൊ ചിരി കരച്ചിലാണോ സന്തോഷമാണോ എന്ന് അറിയില്ലല്ലോ. ഈ സിനിമ കാണുമ്പോഴത്തേക്കും ആൾക്കാർക്ക് കാണും. അതെ, അവർക്ക് പിടികിട്ടില്ലല്ലോ. അതാണ് ഞാൻ ഇങ്ങനെ മുപ്പത്തി. നമ്മളിപ്പോ എന്നോടും ചോദിക്കട്ടെ, ഈ രണ്ട് പെണ്ണുങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ കൂട്ടിപ്പിടിക്കുമ്പോ അന്റെ മുഖത്തൊരു വികാരം വരൂലേ? അതാണ് ഇവിടെ കാണിക്കണ്ടേ? അത് മനസ്സിലാക്ക്. ആ വികാരം അതിന്റെ പേരത്തെ അതിനിങ്ങനെ മോമ്പത്തി നടക്കുവോ? അത് മനസ്സിലാക്ക്. ഒരു ചാൻസ്. ചാൻസ് അങ്ങനല്ല, നമുക്ക് എത്രത്തോളം നന്നാക്കാമോ അത്രത്തോളം നല്ലതല്ലയോ? അല്ല, അതിനുശേഷം നമുക്ക് കുപ്പി പെർഫ്യൂമും കുപ്പിയും. നിങ്ങൾ കുപ്പി എന്ന് പറയുമ്പോ മൂപ്പരെ മുഖത്ത് വരുന്ന ഒരു വികാരല്ലേ, അത് അന്റെ മുഖത്ത് വരും. ശരി. സ്റ്റാർട്ട് ക്യാമറ. ഉറങ്ങിക്കൊണ്ടിരിക്കാതെ പറയടാ. മറക്കല്ലേ പെർഫ്യൂം രണ്ടുപേർക്കും തരാം. അത് പിന്നെ നമുക്ക് പെർഫ്യൂമൊക്കെ പിന്നെ ആക്ഷൻ. കണ്ണേട്ടൻ ഞാൻ വിട്ടു തരില്ല. ഞാൻ എന്റെ കണ്ണേട്ടനെ വിട്ടു തരില്ല. എന്റെ കണ്ണേട്ടനെ വികാരം അത് നമ്മൾ കാണിക്കുന്നു. ഇത് വല്ലാത്ത നല്ലൊരു വികാരം. ഇതങ്ങണ്ട് പരന്മീലിനെ പിടിച്ച് പോക്കറ്റ് ഇട്ടാണ് മുമ്പ് അടിക്കുന്ന പോലെ ആയി പോയി കേട്ടോ. വികാരം മുഖത്ത് വരണം. അല്ല, മുഖത്ത് വരണം. ഉദാഹരണത്തിന് നോക്കണേ, പിന്നെ കൈ തൊടേണ്ട കാര്യമില്ല. ചെറുതായിട്ട് സാർ ഒന്നുകൂടെ കാണിച്ചു. കണ്ടേ കൊഞ്ഞനും കുത്തുമല്ല, അങ്ങനെയല്ല, അങ്ങനെ കൊഞ്ഞനും കുത്ത്. അതെ, അതല്ല. അതെന്തോ അയ്യോ, അതെന്താ വരുന്നില്ലല്ലോ അത്. ഒരു ചാൻസ് സാർ, എന്ത് ചെയ്യണം? എല്ലാരും കൂടെ പറഞ്ഞപ്പോ കൺഫ്യൂഷൻ ആയി. ലാസ്റ്റ് ഒരു ചാൻസ്. വികാരം എന്ന് പറയുന്നത് ഈ കാലിന്റെ പെരുവരിൽ ഇങ്ങനെ കേറി വരണം. ഇതെന്താ ഐസുകട്ട ചവിട്ടിയോ? അല്ല, അതുപോലൊക്കെ വേണം. ഇല്ല, മനസ്സിലായി. അതായത് നമ്മൾ ഈ മൂക്കിപ്പിടി വലിക്കില്ലേ, എന്നിട്ട് നമ്മൾ തുമ്മാനായിട്ട് ഇങ്ങനെ തുമ്മണോ വേണ്ടത്? അതാണ് തൊടാൻ വേണ്ടിയുള്ള നമ്പറാണ്. ഞാൻ തൊട്ടാൽ അഭിനയം വരുമല്ലോ. നോക്കപ്പെട്ടു, ഞാൻ തൊടാം. ആക്ഷൻ. എന്റെ കണ്ണേട്ടനെ ഞാൻ വിട്ടു തരില്ല. നിനക്ക് എന്തായാലും ഞാൻ വിട്ടു തരും. ഇതെന്ത് കാണിച്ചേ? ഈ പ്രേമസേനത്തിൽ മൂക്കിപ്പൊടി വലിക്കൂ. മൂക്ക് ഈ സീൻ എന്തിനാ കാണിച്ചത്? സാറ് പറഞ്ഞ മൂക്കുപൊടി അല്ല, അത് അവൻ കാണിച്ചെന്നാണ്. ആന ചവിട്ടിയാൽ പോലും മുഖത്തൊരു വികാരമില്ല. എങ്ങനെയായിട്ട് അഭിനയിപ്പിക്കാം? സാർ ഒരു ചാൻസ് കൂടെ ഇല്ലെങ്കിൽ എന്നെ മാറ്റിക്കോണം സാർ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. കണ്ണേട്ടനെ ഞാൻ വിട്ടു തരില്ല. എന്റെ കണ്ണേട്ടനെ ഞാൻ വിട്ടു തരില്ല. എന്റെ കണ്ണേട്ടനെ ഞാൻ വിട്ടു തരില്ല. ഞാൻ വിട്ടു തരില്ല. ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയാണ്. അപ്പൊ സാധനം എടുക്കട്ടെ സാർ. ഇനി സാർ എല്ലാവരും പെർഫ്യൂമും എല്ലാം ഇല്ല സാർ. എനിക്ക് സമയമില്ലാത്തോണ്ട് എല്ലാവർക്കും തരും. എല്ലാം ഞാൻ എടുത്തോണ്ടേ, എല്ലാവർക്കും ഉണ്ട്. അല്ലല്ല, ഇത് വേറെ കേസുണ്ടാ. ഇത് വേറെ കേസുണ്ട്. ഇതിപ്പോ നമ്മളാണ് അബദ്ധം കാണിച്ചത്. പുള്ളിക്ക് ഡബിൾ റൂൾ കൊടുത്താൽ മതിയായിരുന്നു. ഒരെണ്ണം ചീത്തയാക്കിയാലും മറ്റേ നന്നാക്കൂല്ലേ? പിന്നെ ആത്രം കാണിക്കരുത്. എല്ലാവർക്കും കോയസാർ തരും. എനിക്ക് പെർഫ്യൂം ആണ്. രണ്ട് സോപ്പോട് തരണേ. എല്ലാം തരും. എല്ലാവർക്കും തരും. എല്ലാം ഉണ്ട്. ഈ മാർക്കറ്റില് ഗൾഫ് കോയ എന്ന് പറഞ്ഞിരുന്നാല് ഏത് സെറ്റിൽ പോയാലും ഏറ്റവും വില കുറച്ച് കൊടുക്കണേ ഞാനാണ്. പെർഫ്യൂം ആയാലും സ്കോച്ച് ആയാലും സോപ്പായാലും. അത് പറഞ്ഞ മനസ്സിലായില്ലേ? വിൽക്കാൻ കൊണ്ടുവന്നാണോ? ബഷീറൊന്നും പറഞ്ഞില്ലേ എന്റെ അടുത്ത്? നമ്മക്ക് ഗിഫ്റ്റ് തരാൻ കൊണ്ടുവന്നാന്നല്ലേ നമ്മള് കരുതി. അല്ലല്ല, എന്റെ ജോലി തന്നെ ഇതേപോലെ ഓരോ സെറ്റിലും പോയി പെർഫ്യൂം, സ്കോച്ച്, സോപ്പ്, സ്പ്രേ ഇതൊക്കെ വിൽക്കുക എന്നുള്ളതാണ്. ഏറ്റവും വില കുറച്ചാണ് ഞാൻ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ജോലി ഇതേപോലെയാണ്. എല്ലാ സെറ്റിലും പോയി. പിന്നെ ബഷീർ പറഞ്ഞില്ലേ പടം പിടിക്കണമെന്ന്. എവരുമായിട്ട് നിന്ന് ഒരു പടം പിടിക്കണം. അതും കൂടെ ഒന്ന് എടുത്താ. ഈ മനുഷ്യൻ ഒരു ടേക്ക് 10 പ്രാവശ്യം അടുപ്പിച്ചത്. പെണ്ണുങ്ങളെ കെട്ടിപ്പിടിക്കാനുള്ള നമ്പർ എടുത്തില്ലേ? കള്ള നമ്പർ കൂടെ ഇറങ്ങിക്കോണ്. നിങ്ങളല്ലേ പറഞ്ഞ ഒരു റോൾ അഭിനയിപ്പിക്കാന്ന്. ഞാൻ അങ്ങോട്ട് വല്ലതും പറഞ്ഞു നായികമാരെ കൊണ്ടിട്ട് കെട്ടിപ്പിടിപ്പിക്കുകയും. അല്ല, ഒരു കാര്യം സാറേ, ഗൾഫ് കോയ വന്നാൽ എന്തെങ്കിലും സാധനം വിൽക്കാതെ പോവില്ല. അത് ഏത് സെറ്റിൽ ചെന്നാലും. അതുകൊണ്ട് സാർ എന്തെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ കോയ ഇവിടുന്ന് പോവില്ല. സത്യാഗ്രഹം. സ്പ്രേയും വേണ്ട, സ്കോച്ചും വേണ്ട, സോപ്പും വേണ്ട, ഒരു മണ്ണാകട്ടയും വേണ്ട.
എങ്കിൽ പിന്നെ എന്താ വേണ്ടതെന്ന് സാറ് പറ. കുറച്ച് വിഷമുണ്ടോ തരാൻ?